പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു അയ്യോ എനിക്ക് വയ്യേ. എടാ ബാബാച്ചി, ദാ ഇതങ്ങ് വലിച്ചു കുടിച്ചേര്, പനിയൊക്കെ അങ്ങ് പൊക്കോളും. എന്നാലും നിനക്കിത് എന്താ പറ്റിയേ? ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. അത് ഒന്നുമില്ല. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ദാ മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ആഹാരം കഴിച്ചു കഴിഞ്ഞാ കഴിക്കാനുള്ളതല്ലേ. അവിടെ വെച്ചേക്ക്. എന്തേ? ഒന്നുമില്ല, നമുക്ക് പിന്നീട് കാണാം. തൽക്കാലം മോൻ വിശ്രമിച്ചോ. നിക്കടി അവിടെ. എന്തേ? വെറുതെ. നീ എവിടെ പോവാ? അറിഞ്ഞിട്ടെന്തിനാ? ചുമ്മാ. എന്തായാലും തന്നോട് പറയാൻ എനിക്കിപ്പോ സൗകര്യമില്ല. അങ്ങനെ പോവല്ലേ. തനിക്ക് എന്താടോ? അത് എന്ത്? അത് വേറൊന്നുമല്ല. ഞാനൊരു സാധനം തരട്ടെ? എന്താ? അതൊക്കെയുണ്ട്. തന്നാൽ നീ വാങ്ങുമോ? അത് എനിക്കൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. നീ വാങ്ങിയേ പറ്റൂ. കണ്ട നമ്മളറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെ, രണ്ടും നമ്മുടെ മുന്നിൽ എന്നാ അഭിനയവാ. രണ്ടിന് കൊടുക്കുന്നുണ്ട്. സമയമാവട്ടെ, നീ വാ. മേലൊക്കെ എന്താ വേദന. എഴുന്നേറ്റോ? അമ്മായിതാ താരക്കിടന്ന് എന്തൊക്കെയോ പറയുന്നു. അത് പിന്നെ ചേച്ചി, ഞാൻ ഇന്നലെ ഒരുപാട് വൈകി ഇറങ്ങി. കൊള്ളാം, നാളെ ഇനി കോളേജിൽ പോകാനുള്ളതല്ലേ? അത് ശരിയാണല്ലോ, നാളെ ഇനി പോകണമല്ലോ. ഓ നാശം, മടി വരുന്നു. അല്ല, ഇതെന്താ? ഇതെവിടുന്നാ? എന്ത്? ഇത് അത് എനിക്കറിയില്ല. നിനക്കറിയില്ലെന്നോ? നീയല്ലാതെ നിന്റെ റൂമിൽ വേറെ ആരെ കൊണ്ട് വെക്കാനാ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഓ, തമ്പുരാട്ടി എഴുന്നേറ്റോ? രണ്ടെണ്ണം തരാനാ ഞാൻ വന്നത്. നേരെ എന്തായെന്ന് നിനക്കറിയാമോ? ഒരു പെങ്കൊച്ച് എഴുന്നേക്കുന്ന സമയം നോക്കിയേ. എന്നമ്മാ ഇത്? അവൾ ഇന്നല്ലേ ഇത്ര ലേറ്റ് ആയത്? അല്ലെങ്കിൽ ഇവിടെ ആദ്യം എഴുന്നേൽക്കുന്നത് അവളല്ലേ? ഞാനൊന്നും പറയുന്നില്ല. എവിടെ നീ ഇന്നലെ ഇട്ട ഡ്രസ്സ്? ഇപ്പോഴാണെങ്കി നല്ല വെയിലുണ്ട്, അലക്കിയിട്ട പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. അത് ദാ അവിടെയുണ്ട്. ഇതെന്താ? ഇതില് മുഴുവൻ ചെളിയാണല്ലോ. ഇതിലെന്താ ചേറ് മണക്കുന്നേ? അത് എനിക്കറിയില്ല. നിന്റെ ഡ്രസ്സിലുള്ള ചെളി എങ്ങനെയാ പറ്റിയെന്ന് നിനക്കറിയില്ലേ? അമ്മ വേണമെങ്കിൽ എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ അവിടെ ഇട്ടോ, ഞാൻ കഴുകിക്കോളാം. എന്തോ പറഞ്ഞാൽ അതിനുള്ള മറുപടി ഉണ്ടല്ലോ. അമ്മായി വാ, പോകാം. അമ്മു, നീ ഫ്രഷ് ആയിട്ട് വാ. അല്ലടോ, തനിക്ക് കല്യാണം ഒന്നും നോക്കുന്നില്ലേ? അയ്യോ ഉണ്ടേ. ദേ ഇന്നലെ കൂടെ പുതിയൊരു കല്യാണാലോചനയും കൊണ്ട് വന്നതേ ഉള്ളൂ. അത് കൊള്ളാം. അല്ല കാശി, നിനക്ക് കല്യാണം ഒന്നും നോക്കുന്നില്ലേ? അതോ അങ്ങ് അമേരിക്കയിൽ ആരെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും ഏട്ടന്റെ കഴിഞ്ഞേ ഉണ്ടാവൂ. പിന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധവും ഇല്ല. ആഹാ, നിങ്ങൾ ഇവിടെ സംസാരിച്ചു നിൽക്കുവാണോ? എന്താ മോളെ, നിന്നെ ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും കാണാനേ ഇല്ലല്ലോ. അത് പിന്നെ അങ്കിൾ, ഇവിടെ കുറച്ച് തിരക്കിലായിപ്പോയി.
എന്നാലും വല്ലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാലോ. അവിടെയും 2 പെൺകുട്ടികളില്ലേ, നിങ്ങൾക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ. ആ പിശാചുക്കളോട് സംസാരിച്ചാലും മതി. മോൾ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാനും ചേച്ചിയും ഇടയ്ക്ക് വന്നോളാം. ആ എങ്കിൽ കണ്ണ, നീ ഒന്ന് വന്നേ. ആ വരുന്നച്ഛാ. എന്താ അച്ഛാ? വല്ലതും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞോണം. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് സംസാരിച്ച് നാട്ടുകാരെയും കൊണ്ടൊന്നും പറയിക്കരുത്. എന്ത് പറയിക്കരുതെന്ന്? നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. എന്റെ പുന്നാര മോന്റെ മനസ്സിൽ അവളോട് വല്ല ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞേക്കണമെന്ന്. അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്ക് അവളെ ഇഷ്ടമാണെന്നാണോ? എന്തേ അല്ലേ? ഒന്ന് പോയേ തന്തേ, എനിക്ക് അവളോട് അങ്ങനെയൊന്നും ഇല്ല. അതങ്ങനെ കയ്യിലിരിപ്പ് നന്നാവണ്ടേ? പെൺപിള്ളേരായ ഇത്ര അഹങ്കാരം പാടില്ല. നിങ്ങളൊക്കെ തന്നെയാ ഇതിന് കാരണം. കൊച്ചാന്നും പറഞ്ഞ് തലയിൽ വെച്ച് നടന്നതല്ലേ. ഇവർക്ക് നല്ല 2 തല്ല് കിട്ടാത്ത കേടാ. അവളുടെ നോട്ടം കണ്ടിട്ട് കണ്ണു കുത്തി പൊട്ടിക്കണം. പൊട്ടിക്കാനെങ്കിൽ വാടാ, ഞാനങ്ങ് നിന്ന് തരാം പൊട്ടിച്ചോന്നും പറഞ്ഞു. കണ്ടോ അമ്മ അവള് പറയുന്നത്? എന്റെ പൊന്നമ്മ ഒന്ന് മിണ്ടാതിരിക്ക. അമ്മ ആദ്യം അമ്മയുടെ പൊന്നുമാനോട് പറ മിണ്ടാതിരിക്കാൻ. ഓ, എനിക്ക് വയ്യ ഇതിനോട് രണ്ടിനോടും പറയാൻ. എന്താ ഇവിടെ? ആ വന്നല്ലോ. ഇനി അപ്പ മക്കളെ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, അല്ലെങ്കിൽ രണ്ടും കൂടി തമ്മിൽ തല്ലി ചാവും. അമ്മു, എന്താ പ്രശ്നം? അപ്പു, നീ എന്താ കുഞ്ഞിനെ ചെയ്തേ? കുഞ്ഞോ? ഈ ഭദ്രകാളിയാണോ കുഞ്ഞ്? ദേ തന്നേ, ഒരുമാതിരി മക്കളോട് ഇമാതിരി വേർതിരിവ് കാണിക്കല്ലേ. ഇവളെന്താ ചെയ്തതെന്ന് കേക്കണം. ഇവൾ ഇവിടെ കഴിക്കാൻ വന്നിരുന്നപ്പോ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു പോയി, നീ എന്താ രാവിലത്തെ ഫുഡ് ഇപ്പൊ കഴിക്കുന്നേന്ന്. ഇപ്പൊ ഊണ് കഴിക്കേണ്ട സമയല്ലേ ഒന്ന്. അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ളത് അവള് കഴിക്കുമെന്ന്. ഞാനപ്പോ പറഞ്ഞു രണ്ടും കൂടി ഒരുമിച്ച് വിഴുങ്ങാനുള്ള പരിപാടിയാണോന്ന്. അത് ചോദിച്ചതേ ഉള്ളൂ. അവൾ അപ്പോ തന്നെ ആ കടലക്കറി എടുത്ത് എന്റെ മുഖത്തൊഴിച്ചു. എന്റെ കണ്ണുതാ ഇപ്പോഴും നീർക്കൊണ്ടിരിക്കുക. അമ്മു, അവൻ പറഞ്ഞത് ശരിയാണോ? ഇത് കൊള്ളാം. ഞാൻ പിന്നെ കള്ളം പറയുമോ? നീ മിണ്ടാതിരിക്കെ. അമ്മു, നിന്നോട് ചോദിച്ചോ കേട്ടില്ലേ? ആ അത് ശരിയാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നീ എന്തിനാ കറി എടുത്ത് അവന്റെ മുഖത്തൊഴിച്ചേ? ആ അത് നിന്നോട് ചോദിച്ചോ കേട്ടില്ലേ? അത് അവൻ എന്നെ എന്താ പറഞ്ഞതെന്ന് അച്ഛൻ ചോദിക്കാൻ. എന്ത്? അവനെന്നോ? നിന്നെക്കാളും എത്ര വയസ്സ് മൂത്തതാടി അവന്? ഷോ, നീ ഒന്നും മിണ്ടാതിരിക്കന്റെ അമ്മുനെ. അച്ഛനെന്തിനാ അമ്മയോട് മിണ്ടാതിരിക്കാൻ പറയുന്നേ? ആദ്യം ഇവൾക്കാണ് 2 കൊടുക്കേണ്ടത്. കോപ്പ് മനുഷ്യന്റെ കണ്ണ് നീറിയിട്ട് വയ്യ. ഒന്നും നടത്തുന്നുണ്ടോ? എല്ലാം കൂടി അതിനെ ഇപ്പൊ തല്ലി കൊല്ലുമല്ലോ. ആ, അവൾക്ക് വക്കാലത്തുമായിട്ട് വന്നല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്ക. അമ്മു, നീ നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്ക്. ആരും നിന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ല. അതിപ്പോ ആരെന്നെ എന്തോ പറഞ്ഞാലും എനിക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. എങ്കിൽ പിന്നെ നീ എന്തിനാടി എന്റെ മുഖത്ത് കറി കോരി ഒഴിച്ചേ? അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട. അമ്മു, ഞാൻ പോണ്. ദാ ഇരിക്കുന്നു. ഇതൊക്കെ കൂടി ഉരുട്ടി അവന്റെ വായിൽ വെച്ച് കൊടുക്ക്. ഇവളെന്താ ഇങ്ങനെ? ഒക്കത്തിനും കാരണം ഇവളാ അവൾക്ക് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്. നീ ഒന്നും മിണ്ടാതിരിക്കപ്പോ. അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അഹങ്കാരി. അമ്മു, എന്താ? നീ എന്തിനാ മോളെ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? നിങ്ങളെന്താ അവന് വക്കാലത്തോട്ട് വന്നതാണോ? നിങ്ങളെന്നോ? അമ്മു, എന്താ വേണ്ടത്? എന്നെ ഒന്ന് തനിച്ചിരിക്കാൻ സമ്മതിക്കുവോ? നിക്കടി അവിടെ. നീ എന്തിനാ കരയുന്നേ? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? അത് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ വെറുതെ കാര്യം. നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതിനവൾ എന്നെയല്ലോ ഓരോന്നും പറഞ്ഞേ.
എനിക്കില്ലാത്ത എന്ത് വിഷമമാണ് നിനക്ക്? ഇനി നിന്നെ അവൾ ആട്ടിവിട്ടോ? കല്യാണി, ശേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നിനക്കറിയാലോ അവൾക്ക് വാശിയും ദേഷ്യവും കുറച്ച് കൂടുതലാണെന്ന്. എന്തോ ഒരു കാര്യം അവളെ അലട്ടുന്നുണ്ട്, അതാ ഈ ദേഷ്യം, അല്ലാതെ വേറൊന്നുമല്ല. ഇനി കണ്ടോ, കുറച്ചു കഴിയുമ്പോ ഒന്നും നടക്കാത്ത പോലെ അവള് നമ്മുടെ അടുത്ത് വരും. ഇതങ്ങനെയല്ല. അവക്കിപ്പോ 20 വയസ്സുണ്ട്. അവളുടെ ഒരു പ്രായം തൊട്ട് എന്റെ ഈ കയ്യും പിടിച്ച് കല്ല് ചേച്ചിന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. ഇന്ന് വരെ മുഖം കറുപ്പിച്ച് എന്നോട് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അവൾ ഇന്ന് എന്നോട് എന്തുമാത്രം ദേഷ്യത്തിലാണ് സംസാരിച്ചതെന്ന് അറിയുമോ? എനിക്കിത് സഹിക്കാൻ പറ്റണില്ല പോട്ടാ. കല്യാണി, പോട്ടെ, സാരയില്ല. 2 ദിവസം നമുക്ക് അവളോട് മിണ്ടണ്ട. എന്തേ, എന്റെ കൊച്ചിനെ കരയിച്ചിട്ട് അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ദയ വരുന്ന രണ്ടും, നിങ്ങൾ ഇത് എവിടെയായിരുന്നു? ഞങ്ങള് രണ്ടാളും നമ്മുടെ കൃഷിയിടം വരെ ഒന്ന് പോയതാ. തനിയെ പോകാൻ എനിക്കൊരു മടി. എന്നും അളിയനൊപ്പം അല്ലേ പോന്നെ. അപ്പോ പുറത്തോ ഇവനെ കണ്ടപ്പോ ഇവനെയും കൂട്ടിയങ്ങ് പോയി. അതെ, ഒരു വല്ലാത്ത പോക്കായിപ്പോയി. അല്ല, പിള്ളേരൊക്കെ എവിടെ? അപ്പവും കല്ലുവും ഉച്ച തിരിഞ്ഞ് പുറത്തോട്ട് പോയതാ. വിളിച്ചപ്പോ വരാൻ ഇത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അമ്മു പിന്നെ മുകളിലുണ്ട്. ആഹാ, കലിപ്പനും കാത്താരിയും ഒരുമിച്ചാണോ പോയെ? ഇന്ന് കാക്ക മലന്ന് പറക്കുമല്ലോ. അമ്മു, കണ്ണേട്ടാ. അമ്മു, എന്താ? ഒന്നുമില്ല. എന്താ, എന്തു പറ്റി? അത് എല്ലാരും എന്നെ വഴക്ക് പറയുക. ആർക്കും എന്നെ ഇഷ്ടമല്ല. എന്തിനാ ചിരിക്കുന്നെ? നിനക്ക് എന്താണ് ബുദ്ധൂസേ? ആർക്കാ നിന്നെ ഇഷ്ടമല്ലാത്തെ? ആർക്കും എന്നെ ഇഷ്ടമല്ല. എല്ലാരും എന്നോട് ദേഷ്യപ്പെടുക. അപ്പുവേട്ടനും കല്ലു ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ. അപ്പുവേട്ടനും അച്ഛനും അമ്മയൊക്കെ ഓക്കെ. കല്ലു എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? അതൊന്നും എനിക്കറിയില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ലെങ്കിൽ എന്താ, എന്റെ കൊച്ചിനെ എനിക്കിഷ്ടമാണല്ലോ. ശരിക്കും കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്താടി? ഒന്നുമില്ല. അല്ല, നാളെയല്ലേ നിനക്ക് കോളേജിൽ പോവണ്ടേ? പോണം. എന്തേ, മടിയാണോ? അതെ, എനിക്ക് വയ്യ. എങ്കിൽ അമ്മാവനോടും അമ്മായിയോടും പറയട്ടെ നിന്നെ അങ്ങ് കെട്ടിച്ചവിടെ. കൂടുതൽ അങ്ങ് ചിരിക്കല്ലേ? ഞാൻ ചിരിക്കും. പോടുക. കണ്ണാ, ആ, ഏട്ടൻ വന്നോ? നീ ഇവിടെയായിരുന്നോ? ആ, അതെ. നീയെങ്കിൽ ഒന്ന് വന്നേ. ആ, വരുന്നു. കല്ലു ചേച്ചി. അമ്മോ, എവിടെ പോയതാ? അത് ഞങ്ങള് വെറുതെ പോകാൻ നേരം എന്നോടെന്താ പറയാനേ?
അത് പിന്നെ ഞാൻ നിങ്ങൾക്കൊപ്പം വരുമെന്ന് വിചാരിച്ചിട്ടാണോ? അമ്മു, ഞാൻ അങ്ങനെയല്ല. ചേച്ചി ഒന്നും പറയണ്ട. പോകാൻ നേരം എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. അമ്മു, അത് പിന്നെ അപ്പു, എനിക്കൊന്നും കേൾക്കണ്ട. എന്താ ഇവിടെ? അത് പിന്നെ എന്നെ കൂട്ടാണ്ട് പുറത്തു പോയ കാര്യം ഞാൻ ചോദിച്ചതാ. അതിനാ ഈ അഭിനയൊക്കെ. നിനക്ക് എന്താ അമ്മു? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്ക്. ഞാനാ അവളെ കൊണ്ട് പുറത്തു പോയത്. ഓ, രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്തതായിരുന്നല്ലേ? അമ്മു, മോളെ അങ്ങനല്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കണ്ണേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താ ഏട്ടാ ഇത്? നിങ്ങൾ പുറത്തു പോയപ്പോ അവളെ എന്താ കൂട്ടാഞ്ഞേ? അതെങ്ങനാ ഞാനിവിടെ ഇല്ലാണ്ടായി പോയി. എന്റെ കണ്ണ നീ വിചാരിക്കും പോലെയൊന്നും അല്ല കാര്യം. ഉച്ചയ്ക്ക് ഇവൾ എന്റെ മുഖത്ത് കരയെടുത്തൊഴിച്ചു. അത് ചോദിക്കാൻ ചെന്നാ ഇവളെ അവൾ ആട്ടി വിട്ടു. അതിന്റെ പേരിൽ ഈ പാവം നിന്ന് കരയുന്ന കണ്ടപ്പോ അവളെ കൂട്ടിക്കൊണ്ട് പുറത്തൊന്നു പോയി. അത്രേ ഉള്ളൂ. എന്ത് കരയൊഴിച്ചെന്നോ? ശരിയാണോ അമ്മു? കണ്ണേട്ട, ഞാൻ കള്ളക്കരച്ചിൽ കരയല്ലേ നീ? ഒന്നും മിണ്ടാതിരിക്കേട്ടാ. അമ്മു, നീ വാ. ഇവൾക്ക് എന്താണ്? എനിക്കറിയില്ല അവൾ എന്താ ഇങ്ങനെ എന്നോട് ഇതുപോലെയൊക്കെ ആദ്യമായിട്ട്. തിത്തി തിത്തി നൃത്തം വയ്ക്കും പൂന്തെന്നൽ, മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ. എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി, തുമ്പക്കുടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി. മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം? ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. അമ്മു, നീ കരയല്ലേ? നിനക്കൊരബദ്ധം പറ്റി. അത് സാരമില്ല. അവര് നിന്റെ ഏട്ടനും ചേച്ചിയല്ലേ? അപ്പോഴത്തെ ദേഷ്യത്തിൽ വല്ലതും പറഞ്ഞതായിരിക്കും. ഞാൻ അറിഞ്ഞോണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല കണ്ണേട്ട. എല്ലാരും എന്നെ വെറുക്കുക. ഇതേ നോക്ക്, നീ കരയല്ലേ? ആരെന്തോ പറഞ്ഞാലും നിന്റെ ഒപ്പം ഞാനുണ്ടാവും. പോരെ? ശരിക്കും കണ്ണേട്ടൻ എന്റെ ഒപ്പം ഉണ്ടാവോ? എനിക്കിവിടെ വേറെ ആരെയും വിശ്വാസമില്ല. എന്റെ ഒപ്പം കണ്ണേട്ടൻ ഉണ്ടാവോ? എനിക്ക് വേറെ ആരും വേണ്ട. എല്ലാരും എനിക്ക് പേടിയാ. കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണോ? പറ കണ്ണേട്ടാ, കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണോ? നീ ഇതെന്തൊക്കെയാ അമ്മു ഈ ചോദിക്കുന്നേ? തേൻകിനിയും തെന്നലായി നിന്നരികെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ. നാടൻ കന്നി പെണ്ണേ, നാണിക്കാതൻ പൊന്നേ, ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കുഞ്ചി, ആലോലം കിളിമുത്തേവാ.